അത് ജയാളിയായ ക്രിസ്തുവിലൂടെ മാത്രമേ കിട്ടൂ, വേറൊരു വഴിയും ഇല്ല. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്തതിന് വളരെയധികം നന്ദി. നിങ്ങളെ ഓരോരുത്തരും അയച്ചു തരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തികൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. തുടർന്ന് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു എലൈറ്റ് സ്പോൺസറാണ്, എറണാകുളത്ത് നിന്നൊരു വെൽവിഷറാണ്. ഇന്ന് അവരുടെ യൂട്രസ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുവാൻ, കർത്താവെ ഇന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന സർജറി അത് സക്സസ്ഫുള്ളായിട്ട് നടക്കുവാൻ കർത്താവിൻ്റെ കൃപ നൽകണമേ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു പ്രശ്നവുമില്ലാതെ ആരോഗ്യത്തോടെ ആയിരിക്കുവാൻ കർത്താവിൻ്റെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മറ്റൊരു കീ സ്പോൺസർ കൂടിയുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് സിസ്റ്റർ ഷീനയാണ്. താങ്ക് യു. ഇന്ന് ഷീനയ്ക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് നാച്ചുറൽ സയൻസിൻ്റെ ഇൻ്റർവ്യൂ ആണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ലപോലെ പെർഫോം ചെയ്യുവാനും നല്ല ഒരു റാങ്ക് ലഭിക്കുവാനും ജോലി ലഭിക്കുവാനും തൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകുവാനും മാതാപിതാക്കൾക്ക് രോഗസൗഖ്യം ലഭിക്കുവാനും സഹോദരൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാനും സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമേ, മാനിക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്റ്റ് ചെയ്താലും. അപ്പോൾ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണ്. ബ്ലെസ്സിങ് ടുഡേയുടെ 32ാമത്തെ, ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇടാൻ സാധിച്ചതിൻ്റെ 32ാമത്തെ വാർഷികം അഥവാ ആനിവേഴ്സറിയാണ് വരാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും കൊച്ചിയിലേക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണുമെന്ന് പറയുന്ന വിശ്വാസത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിലേക്ക് വേഗത്തിൽ കടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 4 ബുധനാഴ്ച. നിങ്ങളുടെ കയ്യിലുള്ള ഈ ഡിവോഷണൽ ഡയറി, ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ എടുക്കുക. അതിൽ 4ാമത്തെ പേജിൽ, ഫെബ്രുവരി 4 പേജ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് ഈ വർഷം കിട്ടിയില്ലായിരിക്കും. നോ പ്രോബ്ലം. അടുത്ത വർഷം നേരത്തെ കയ്യിൽ വെക്കുക. ദൈവം അനുവദിച്ചാൽ ഒരുപക്ഷെ അടുത്ത വർഷം ഇംഗ്ലീഷും മലയാളവും ചെയ്യാനൊക്കെ പ്ലാനുണ്ട്. നോക്കാം, ദൈവം അനുവദിക്കുന്ന പോലെ. ഫോക്കസ് വേർഡ് ഈസ് വിക്ടറി. വിജയം, ജയം. എല്ലാവരും ഇങ്ങനെ പിടിക്കുക. ജയം പറ, ജയം. ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല. വിക്ടറി, വിക്ടറി. വിൻസ്റ്റൺ ചർച്ചിൽ തുടങ്ങി ഒത്തിരി പേര് ഇങ്ങനെ പിടിച്ചാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. വിക്ടറി. എല്ലാവരും ഇങ്ങനെ പിടിച്ച് വിക്ടറി ടൈപ്പ് ചെയ്യണം. ലൈവ് ചാറ്റിലിടാം 1000 പ്രാവശ്യം. പക്ഷേ അതിനേക്കാൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കമൻറ്റ് സെക്ഷനിലാണ്. കാരണം ലൈവ് ചാറ്റ് ഇതിന് ശേഷം ആരും കാണാൻ പോകുന്നില്ല. കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടത് യൂട്യൂബ് ഉള്ള കാലം എല്ലാവരും കാണും. അതൊരു സാക്ഷ്യമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആ വിജയം കൊണ്ടുവരും. ചിലൊക്കെ പറയുമ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ അന്ധവിശ്വാസം അല്ല. ആവർത്തിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ റെപ്പറ്റീഷൻ ഹാസ് പവർ. ഒരു പാറ, ആ പാറയിൽ ചുറ്റി കൊണ്ടുവന്നടിച്ചു, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അനേക പ്രാവശ്യം അടിച്ചടിച്ച് പിന്നെ ഒരടി അടിക്കുമ്പോൾ അത് കണ്ടിട്ടുണ്ട്, അതങ്ങ് പിള്ളേരും. ഓക്കെ, ഫോക്കസ് വേഴ്സ് നോക്കാം. 1 Corinthians 15 and verse number 57. But thanks be to God, He gives us the victory through our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 2 കൈകൾ ഉയർത്തി കുറച്ച് നേരം അങ്ങ് സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങളുടെ മുറിയിൽ ദൈവദൂതന്മാരൊക്കെ വന്നങ്ങ് നൃത്തം ചെയ്യാൻ തോന്നുന്നു. നിങ്ങളോടൊപ്പം
നൃത്തം ചെയ്യട്ടെ. ഡെക്ലറേഷൻ, ഐ വാക്ക് ഇൻ വിക്ടറി ടുഡേ. ഇന്ന് ഞാൻ ഐ വാക്ക് ഇൻ വിക്ടറി ടുഡേ. ഇന്ന് ഞാൻ ജയത്തിൽ ജീവിക്കുന്നു. ക്രൈസ്റ്റ് ഹാസ് ഓവർകം എവ്രി ബാറ്റിൽ ഓൺ മൈ ബിഹാഫ്. എനിക്ക് വേണ്ടി എല്ലാ യുദ്ധങ്ങളിലും ക്രിസ്തു വിജയം വരിച്ചിരിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കിയിട്ട് ഇന്ന് തന്നെ വായിച്ചിട്ടൊക്കെയാണ്. വിക്ടറിയെക്കുറിച്ച് 5 കാര്യങ്ങൾ പറയാൻ പോവുക. ഞാൻ പറഞ്ഞല്ലോ 6 പക്ഷേ എല്ലാവർക്കും സ്ഥലം തികയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോയിൻ്റ് കുറച്ചേക്കുക. വിക്ടറി ഈസ് ഗിവൺ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. Basically, fundamentally, we have to understand that victory is given through Jesus Christ. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ജയം വേണമെങ്കിൽ അത് ജയാളിയായ ക്രിസ്തുവിലൂടെ മാത്രമേ കിട്ടൂ. വേറൊരു വഴിയും ഇല്ല. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ജയം വേണമെങ്കിൽ അത് ജയാളിയായ ക്രിസ്തുവിലൂടെ മാത്രമേ കിട്ടൂ. വേറൊരു വഴിയും ഇല്ല. അതാണ് നമ്മൾ നേരത്തെ വായിച്ച വചനം 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് ജയം തന്നത്, പക്ഷേ ക്രിസ്തു യേശുവിലൂടെയാണ് നമുക്ക് ജയം തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിക്ടറി ഈസ് നോട്ട് അച്ചീവ്ഡ് ബൈ ഹ്യൂമൻ സ്ട്രെങ്ത്. മനുഷ്യൻ്റെ ശക്തി കൊണ്ട് ഒരിക്കലും ജയം നേടാൻ സാധ്യമല്ല. ദൈവം കൂടെ അനുവദിക്കണം. ഇറ്റ് ഈസ് റിസീവ്ഡ് ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ജയം കിട്ടുന്നത്. ആ ബോധ്യം പൗലോസിന് കിട്ടി. അപ്പോഴാണ് അദ്ദേഹം എഴുതിയത്, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതൊരു ഭയങ്കര അറിവാണ്. അതല്ലാതെ പടപൊരുതി അത് ചെയ്ത് ഇത് ചെയ്ത് തോറ്റ് തുന്നമ്പാടി എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കുമായിരിക്കും, പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ഈ ഭൂമിയിൽ വെട്ടിപ്പിടിക്കുന്നതെല്ലാം ഇവിടെ ഇട്ടിട്ട് വേണം പോകാൻ. The cross secured the victory before the battle began. വിജയം നേടുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ക്രൂശിലെ ജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ക്രൂശിലെ ജയം കണ്ടിരുന്നു, നേടിയിരുന്നു. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എ ടീം സെലിബ്രേറ്റ്സ് നോട്ട് ബിക്കോസ് എവ്രി പ്ലെയർ സ്കോർഡ്. ഒരു ടീം ഭയങ്കര, അതിനെന്താ പറയുന്നത്, ഒരു വിക്ടറി സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഭയങ്കര ആഹ്ലാദവും വിക്ടറി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ആ ടീമിലെ എല്ലാവരും ഭയങ്കര സ്കോറൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ടീം ഉല്ലസിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തും. ബിക്കോസ് ദ ക്യാപ്റ്റൻ വൺ ദ മാച്ച്. ക്യാപ്റ്റനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നേടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നത്. ജീസസ് ഈസ് അവർ വിക്ടോറിയസ് ക്യാപ്റ്റൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഭയങ്കരമായ വിക്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ജയം പണ്ട് തുടങ്ങിയ ഒരു പാട്ടുള്ളത് നിങ്ങൾ കേട്ട് കാണാം. ജയം ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ജയം എപ്പോഴും. അപ്പോൾ അത് കർത്താവ് ജയം നൽകുന്നത് കൊണ്ടാണ് ജയം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പാടുന്നത്. ഈ സ്നാന ശുശ്രൂഷയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഈ പാട്ട് പാടുന്നത്. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു തമ്പേറൊക്കെ അടിച്ച് ചിലർ സ്നാന ശുശ്രൂഷിക്കുമ്പോൾ ജയം ഹല്ലേലൂയ ജയം എപ്പോഴും ഇത് പാടിക്കൊണ്ടാണ് പോകുന്നത്. ആധാരം എവിടെയാണ്? ജയം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ ആ പോകുന്ന വഴിക്കായിരിക്കും അടി കൊള്ളുന്നത്. കുറേ പേര് ചിലപ്പോൾ ചെളി വാരി എറിഞ്ഞെന്നിരിക്കും അടി, എന്നാലും പാടും ജയം ഹല്ലേലൂയ ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിന് ജയം, അല്ലേ? അപ്പോൾ എല്ലാ കളിക്കാരും സ്കോർ ചെയ്യുന്നത് കൊണ്ടല്ല ടീം ജയിക്കുന്നത്. ക്യാപ്റ്റൻ്റെ വിജയം ടീമിൻ്റെ വിജയമാണ്. അത് മനസ്സിലാക്കണം. യേശുവാണ് നമ്മുടെ ക്യാപ്റ്റൻ. ആണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമാണ്. അത് നമുക്ക് മുമ്പേ പോയി ഒന്നിലും ഒരു എങ്ങനെ പറയാം, തോൽവി കണ്ടിട്ടില്ല. ഇന്ന് വരെ കർത്താവ് തോൽവി എന്ന് പറയുന്ന കാര്യം കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ മാച്ചും ഇതൊക്കെ നടക്കുന്ന സമയത്ത് ചില ടീമുകൾ ചില വർഷം ജയിക്കും, ചില വർഷം ജയിക്കില്ല. ചില വർഷം സെമി ഫൈനൽ വരെ പോയിട്ട് തിരിച്ചു പോരും. ചില വർഷങ്ങളിൽ ട്രോഫി കിട്ടും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, കർത്താവിന് ഇന്ന് വരെ സെമി ഫൈനലിൽ പോയിട്ട് തിരിച്ചു വരേണ്ട കാര്യം ഒരു രംഗത്തും ഉണ്ടായിട്ടില്ല. യേശുവിൻ്റെ ജയമാണ് എൻ്റെ ജയം. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ്, യേശുവിൻ്റെ ജയമാണ് എൻ്റെ ജയം. അതല്ല നമ്മുടെ ജയമല്ല.
എല്ലാവരും ഒന്ന് പറഞ്ഞ യേശുവിൻ്റെ ജയമാണ് എൻ്റെ ജയം. ദ വിക്ടറി ഓഫ് ജീസസ് ഈസ് മൈ വിക്ടറി. അത് ഓർക്കുക. നമ്പർ 2 എഴുതുക. വിക്ടറി വാസ് വൺ അറ്റ് ദ ക്രോസ്. ക്രൂസിലാണ് ജയം കൊണ്ടാടിയത്. കൊലോസ്യ ലേഖനം 2:14-15 വിശ്വവിഖ്യാതമാണ്. ഹാവിങ് ക്യാൻസൽ ദ ചാർജ് ഓഫ് അവർ ലീഗൽ ഇൻഡെറ്റഡ്നെസ് വിച്ച് stood against us and condemned us, he has taken it away, nailing it to the cross, and having disarmed the powers and authorities, he made a public spectacle of them, triumphing over them by the cross. ഇതൊരു ഭയങ്കര വചനമാണ്. അതിൻ്റെ ഒരു ചെറിയ രത്നച്ചുരുക്കം ആധുനികമായ പരിഭാഷയിൽ ഞാൻ പറയുവാണേ, നമുക്ക് വിരോധമായിരുന്ന കടപ്പത്രം അവൻ ഇല്ലാതാക്കി, അത് ക്യാൻസൽ ചെയ്തു. കടപ്പത്രം മുഴുവൻ കളഞ്ഞു, അതിനെ ക്രൂശിലാക്കി എടുത്തു. ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവൻ അഴിച്ചു മാറ്റി. അവരെ പരസ്യമായി ലജ്ജിപ്പിച്ചു. ക്രൂശിനാൽ അവരെ ജയിച്ചു. ക്രൂശിൽ നടന്ന പരിപാടി എനിക്കൊന്ന് ഗുഡ് ഫ്രൈഡേ സർവീസിലൊക്കെ ചിലത് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത ഗുഡ് ഫ്രൈഡേ വരുമ്പോൾ ഞാൻ പ്രസംഗിക്കും. ക്രൂശിൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് ആകപ്പാടെ സാധാരണ മനുഷ്യർക്കുള്ള ഈ മശിഹ ചരിത്രം, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ചോസൻ പോലുള്ളതൊക്കെ കണ്ട് മൂവിയൊക്കെ കണ്ട അതാണ് നമ്മുടെ അകത്ത്. അല്ലെങ്കിൽ പള്ളിയിൽ നാടകം കണ്ടു ക്രൂശീകരണം, അല്ലെങ്കിൽ ദുഃഖവെള്ളിയായ ചില അവതരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട രൂപം. ഇതൊന്നുമല്ല മക്കളെ അവിടെ നടന്നത്. ഈ പുറത്ത് കാണുന്നതല്ല നടന്നത്. ആത്മമണ്ഡലത്തിൽ ഒരു ഭയങ്കര ഷിഫ്റ്റ് നടന്നു. മൊത്തത്തിൽ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ നടന്നു. ഇറ്റ് ഹാഡ് എ കോസ്മിക് ഇമ്പാക്റ്റ് എന്ന് വേണം പറയാൻ. അതിനെക്കുറിച്ചെല്ലാം പറയാൻ ഇപ്പോൾ നമുക്ക് സമയമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലീഗൽ ഇൻഡെറ്റഡ്നെസ്, നിയമപരമായി ഉള്ള നമ്മുടെ കടബാധ്യതകൾ അല്ലെങ്കിൽ കടപ്പത്രം, അത് മുഴുവൻ എന്ത് ചെയ്തു? അതിൻ്റെ ചാർജ് ഷീറ്റ്, നമുക്കെതിരെയുള്ള ചാർജ് ഷീറ്റ്, നമ്മൾ എത്രയോ എണ്ണിക്കൂടാനാവാത്ത പാപം ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വേറൊരാളെ കുത്തിക്കൊന്നു. അപ്പോൾ അയാൾക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കും. അപ്പോൾ ചാർജ് ഷീറ്റിൽ അത് കൊലപാതകത്തിനു വേണ്ടി ഗൂഢാലോചന നടത്തി എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ ഇതിൻ്റെ വകുപ്പിൻ പ്രകാരം ഇന്ന രീതിയിൽ ചാർജ് ഷീറ്റ് റെഡിയാക്കുക. അപ്പോൾ ഈ ചാർജ് ഷീറ്റ് തന്നെ ചിലപ്പോൾ കുറേ പേജുകൾ കാണും. അപ്പോൾ ഓരോ കുറ്റത്തിനും ഇതുപോലെ ചാർജ് ഷീറ്റ് എഴുതാൻ പോയാൽ എത്ര ഉണ്ടായിരിക്കും? അത് തന്നെ വലിയൊരു ഗോഡൗണിലെ വെയർ ഹൗസിൽ കൊണ്ടിടുന്ന അത്രയും ഉണ്ടായിരിക്കും നമ്മുടെ കടപ്പത്രം. ഈ ചാർജ് ഷീറ്റെല്ലാം കൂടെ കർത്താവ് എന്ത് ചെയ്തു? മൊത്തം എടുത്ത് ക്രൂശിൽ തറച്ച് അതിനെ ക്യാൻസൽ ചെയ്തു. വൈ? ആ ചാർജ് ഷീറ്റ് മൊത്തം, ആദം മുതലുള്ള സകല മനുഷ്യരുടെയും ചാർജ് ഷീറ്റ്, അത് മൊത്തം എത്രയുണ്ടാവും? എത്ര ടണ്ണുണ്ടായിരിക്കും? അത് മുഴുവൻ കർത്താവിൻ്റെ മേലാക്കി താനങ്ങ് എടുത്തു. ആ കുറ്റം ഞാനേറ്റു, ഞാൻ മരിച്ചോളാം. അവർ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് ഞാൻ ശിക്ഷിക്കപ്പെട്ടോളാം. ആ ചാർജ് ഷീറ്റ് മൊത്തം നമുക്ക് വേണ്ടി ക്യാൻസൽ ചെയ്തിട്ട് ആ ചാർജ് ഷീറ്റിൻ്റെ മേൽ ക്ലെയിം ഉണ്ടായിരുന്ന പൈശാചികമായ സകല അധികാരങ്ങളെയും അവൻ ക്രൂശിൽ അതിൻ്റെ മേൽ ജയം കൊണ്ടാടി. ഹീസ് അവർ ക്യാപ്റ്റൻ. കർത്താവ് നേടിയെടുത്ത ആ ജയമാണ് നമ്മുടെ ജയം. ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞു. താങ്ക് യു ജീസസ് പറ. എല്ലാവരും കൂടി ടൈപ്പ് ചെയ്തിടും. താങ്ക് യു ജീസസ്. യേശുവെ നന്ദി. യേശു. ഈ നന്ദി ഉണ്ടെങ്കിൽ മാത്രം ചെയ്തോടെ, ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യം ചെറിയ പരിപാടിയൊന്നുമില്ല. ഇത്രയും വലിയ കാര്യമാണ് കർത്താവ് അവിടെ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ സേറ്റൻ വാസ് ഡിഫീറ്റഡ് ഓപ്പൺലി. സാത്താനെ കർത്താവ് പരാജയപ്പെടുത്തിയത് പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടല്ല. ഏതെങ്കിലും രഹസ്യമായൊരു മുറിയിൽ വിളിച്ചു കൂട്ടി വാതിലടച്ച് തമ്മിൽ ഒരു റെസ്ലിംഗ് ഒക്കെ നടത്തി യേശു സാത്താനെ ഇടിച്ച് ഫ്ലോറിൽ ഫ്ലാറ്റാക്കി. അങ്ങനെയല്ല ചെയ്തത്. ഓപ്പണായിട്ട് എല്ലാവർക്കും കാണാം. ആളിൽ നേരെ തിരിച്ച് വിചാരിച്ചത്. ഒരു ഹെൽപ്ലെസ് ആയിട്ട് കർത്താവ് ഇങ്ങനെ തൂങ്ങിടക്കുന്നതുകൊണ്ട് എല്ലാം തീർന്നു. ശിഷ്യന്മാരൊക്കെ അങ്ങനെ വിചാരിച്ചു. ഇതോടെ പ്രസ്ഥാനം കഴിഞ്ഞല്ലോ, ഉണർവ് യോഗം കഴിഞ്ഞു, ഹീലിംഗ് മിനിസ്ട്രിയും കഴിഞ്ഞു, എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞു, പ്രാർത്ഥനയും കഴിഞ്ഞു. ഇതുവരെ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ പുറകെ നടന്നു. രാജാവാകും, ഞങ്ങൾ മന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദാനങ്ങളൊക്കെ കിട്ടി നടന്നു. ഇപ്പം എന്തായി? അവരുടെ ജീവിതത്തിൽ ആ വേദന ഒന്ന് ആലോചിക്കുക. എല്ലാം നെഗറ്റീവ്, മൊത്തം ഇരുട്ട്, കൂരാക്കൂരിരുട്ട് മണിക്കൂറുകൾ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എല്ലാം തീർന്നു, ലോകം അവസാനിച്ചു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്താണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്.
നമ്മൾ വിചാരിക്കുന്നതിന് ഉൾട്ടയാണ് ആത്മമണ്ഡലത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്നത്. ദ എനിമി വി ഫേസ് ടുഡേ ഈസ് ഓൾറെഡി ഡിസാംഡ്. നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന ശത്രു, പിശാചും പിശാചിൻ്റെ ശക്തികളും പൈശാചിക ശക്തികളെല്ലാം തോറ്റവരാണ്. ഹീ ഈസ് എ ഡിഫീറ്റഡ് ഫോ. തോറ്റ ശത്രു. പറ, എല്ലാവരും പറ, 1000 പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. തോറ്റ ശത്രുവാണ് നമുക്കുള്ളത്. തോറ്റ് തുന്നം പാടിയ ശത്രുവാണുള്ളത്. ഒരിക്കൽ ഒരാളിങ്ങനെ വഴി കൂടി പോകുന്ന സമയത്താണ് നോക്കുമ്പോൾ ഒരു വലിയ പാമ്പ് വഴിയുടെ നെടുക കിടക്കുക. അയാൾ അവിടെ നിന്ന് തന്നെ യൂട്ടേൺ എടുത്ത് തിരിച്ചു പോയി. വേറെ വല്ല വഴിയിൽ ഇനി വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കുന്നേ. പോകുന്ന വഴിക്ക് അയാൾ പറഞ്ഞു, പോകല്ലേ, പാമ്പ് വഴിയിൽ വട്ടം കിടക്കുക, പോരുത്. അയാൾ പലരെയും തിരിച്ചു വിട്ടു. പിന്നെയും ചിലർ വന്നു, സൈക്കിളിൽ വന്നു, കുതിരപ്പുറത്ത് വന്നു, പലതിൽ വന്ന് നോക്കുമ്പോൾ പാമ്പ് എല്ലാവരും തിരിച്ചു പോവുക. ഒരാൾ ഒന്ന് എന്താണെന്ന് ചെക്ക് ചെയ്തൊക്കെ അടുത്ത് എന്ന് നോക്കിയപ്പോഴാണ് ആരോ ഒരാൾ തല്ലിക്കൊന്നിട്ടിരിക്കുന്ന പാമ്പാണ്. എൻ്റെ തലയൊക്കെ ചളങ്ങി, ചോരയിൽ കുളിച്ച് പല്ലൊക്കെ വെളിയിൽ വന്ന, വിഷപ്പല്ലൊന്നുമില്ലാതെ തല തകർന്ന് കിടക്കുകയാണ്. വാല് മാത്രം ഇടക്കുന്നിങ്ങനെ അനങ്ങുന്നുണ്ട്. ഇയാൾ പറഞ്ഞു, ഇത് ചത്ത പാമ്പാണ്. നാട്ടുകാരെ വാ, ചത്ത പാമ്പാ. ഈ പോയവരും തിരിച്ചു വന്നു, പുതിയ ആളുകളും വന്നു. ഒരു കോലെടുത്ത് തോണ്ടി അപ്പുറത്തെ കനാലിലേക്ക് ഇട്ടിട്ട് ആളുകൾ പോയി. ഇത്രയുള്ള സംഭവം. തോറ്റാലും തോൽവി സമ്മതിക്കില്ലല്ലോ. ചില രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ലേ. ചില ആളുകൾ കണ്ടിട്ട് തോറ്റാൽ അതുകൊണ്ടൊന്നുമല്ല, ഇത് ഇങ്ങനെ ആയതുകൊണ്ട് അവർ ജയിച്ചതുള്ളൂ, അല്ലാതെ ഞങ്ങളിപ്പോഴും തോറ്റിട്ടൊന്നുമില്ല. തോൽവി സമ്മതിക്കാത്ത തോറ്റവരില്ലേ, അതിൽപ്പെട്ട ഒന്നാണ് പിശാച്. ദ ക്രോസ് ക്രഷ് ദ എനിമീസ് അതോറിറ്റി. ക്രൂഷ്യൽ അവൻ്റെ തല തകർന്നു. ഇത് 33:15 തുടങ്ങിയ പരിപാടിയാണ്. തീർന്നു. നമ്പർ 3 എഴുതുക. വിക്ടറി ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഫെയ്ത്ത്. വിജയം അനുഭവിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. പറ, വിജയം അനുഭവിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. 1 John 5:4, 1 യോഹന്നാൻ 5:4 കാണുന്ന, ഫോർ എവ്രി വൺ ബോൺ ഓഫ് ഗോഡ് ഓവർകംസ് ദ വേൾഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദിസ് ഈസ് ദ വിക്ടറി ദാറ്റ് ഈസ് ഓവർകം ദ വേൾഡ്, ഈവൻ അവർ ഫെയ്ത്ത്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ശരിക്കും പറഞ്ഞാൽ പിശാച് തോറ്റവനാണ്, തല തകർന്ന പാമ്പാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, കർത്താവ് വിജയം നേടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും അത്ര അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാലും കർത്താവിനേക്കാളും ശക്തി പിശാചിന് തന്നെയല്ലേ. അതുകൊണ്ടല്ല അവൻ്റെ വിളയാട്ടം. ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് പല വിശ്വാസികളും, ചില ശുശ്രൂഷകർ പോലും. കർത്താവിനേക്കാൾ കൂടുതൽ ശക്തിയാണ് പിശാച്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ട് ശാസിച്ചിട്ടും ഭർഷിച്ചിട്ടും ബന്ധിച്ചിട്ടും ആട്ടിയിട്ടും തുപ്പിയിട്ടും പോകാതെ നിൽക്കുന്നത്. കർത്താവിനെ ദൂരം വിളിച്ചപേക്ഷിച്ചാലാണ് ഒന്നും മിണ്ടുന്നത്. ഇത് ഏതു നേരവും നമ്മുടെ പുറകെ. ശക്തി പിശാചിനാണ് കൂടുതൽ എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ നാം ലോകത്തെ ജയിക്കുന്നു, ലോകത്തിലുള്ളവനെയും ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്ന ജയം നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തിലൂടെ മാത്രമേ, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നഗ്നസത്യം, പിശാച് തോറ്റവനാണ്, തല തകർന്നവനാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ അത് അനുഭവിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ തല കയറിയിരിക്കും. അതിന് അവസരം കൊടുത്തിട്ട്. കാരണം നമ്മൾ തോറ്റു കൊടുക്കുന്നതുകൊണ്ടാണ്. Romans 8:37 വായിച്ചു നോക്കി. No, in all these things we are more than conquerors through him who loved us. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അങ്ങനെയാണ് മലയാളത്തിൽ കാണുന്നതെങ്കിൽ ഇവിടെ കാണുന്ന മോർ ദാൻ കോൺക്രേഴ്സ്. ജയിച്ചവനേക്കാൾ വലിയവനാണ്, ജയാളിയേക്കാൾ വലിയ ജയാളിയാണ് നമ്മൾ. അതിന് കാരണം യേശുവാണ് ജയാളി. ഹി കോൺകേർഡ് ദ ഡെവിൾ. പക്ഷെ നമ്മളോ, വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. അങ്ങനെ പറയാൻ കാരണം യേശുവാണ് ആക്റ്റീവ്ലി ഇറങ്ങി യുദ്ധം ചെയ്ത് തൻ്റെ ജീവൻ കൊടുത്ത് മരിച്ച്
എല്ലാത്തിനെയും തോൽപ്പിച്ച് തൻ്റെ മരണത്താൽ മരണത്തെ തോൽപ്പിച്ച് പുറത്തു വന്നത് യേശുവാണ്. നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. നമ്മളാകെ ചെയ്യുന്നത് എന്താണ്? കർത്താവിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ആ ടീമിൽ ചേർന്നു, അവനെ ക്യാപ്റ്റനാക്കി. അതോടെ നമുക്ക് ഈ ജയം മൊത്തം കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് മോർ ദാൻ കോൺക്രീറ്റ്. കാരണം നമ്മൾ യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ ജയിച്ചവരാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ ജയിച്ചവനാണ്, അല്ലെങ്കിൽ ജയിച്ചവളാണ്. പറ, എഴുതുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഫേസ്ബുക്കിലുള്ളവർ അവിടെ ഇടുക. ഞാൻ യുദ്ധം ചെയ്യാതെ യുദ്ധത്തിൽ ജയിച്ചവരാണ്. പരീക്ഷ എഴുതാതെ പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? പോയിട്ട് പോലുമില്ല പരീക്ഷ ഹാളിലേക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, ഒരു ക്വസ്റ്റ്യനും എഴുതിയിട്ടില്ല. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരുണ്ട്, ഫസ്റ്റ് റാങ്കാണ്. എങ്ങനെ ഇരിക്കും? ഇതുപോലെയാണ് കർത്താവ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. കർത്താവ് നേടിയ ജയം, കർത്താവിൻ്റെ ഫസ്റ്റ് റാങ്ക് അവൻ നമുക്ക് തന്നിരിക്കുന്നു. ഇത് വിശ്വാസത്താൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. വിക്ടറി ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ബാറ്റിൽസ് ബട്ട് ദ പ്രസൻസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദ ബാറ്റിൽ. അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകളോ പ്രയാസങ്ങളോ ഇല്ലെന്നല്ല. വിക്ടറി ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ബാറ്റിൽസ് ബട്ട് ദ പ്രസൻസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദ ബാറ്റിൽ. ഈ പ്രശ്നങ്ങളും പുകലുകളൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് വിശ്വാസത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെയാണ് ജയം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഒത്തിരി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വേറെ ആരോടും പറയരുത്, പറഞ്ഞോട്ടെ. ഒത്തിരി വിശ്വാസികളും ജയം അനുഭവിക്കുന്നില്ല. ഇതൊക്കെ പറയും വചനത്തിൽ, ഇതുകൊണ്ട് പ്രസംഗം തട്ടുപൊളിച്ചൊക്കെ ചെയ്യുമെങ്കിൽ അനുഭവിക്കുന്നില്ല. ജയജീവിതം പല വിശ്വാസികളും അനുഭവിക്കുന്നില്ല. അതിന് കാരണം യേശുവിൻ്റെ ജയത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ ജയം എൻ്റെ കൂടി ജയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രിക്കറ്റ് ടീം കളിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സ്കോറൊന്നും എടുക്കണമെന്നില്ല. ക്യാപ്റ്റൻ്റെ വിജയമാണ് നമ്മുടെ വിജയം. ഈ ദാവീദും ഗോലിയാത്തും ആണല്ലോ എല്ലാവരും പറയുന്ന ഉദാഹരണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഗോലിയാത്ത് വന്ന് മുമ്പിൽ നിൽക്കും, പടപ്പ് തടി പോലെ ഭയങ്കരമായിരുന്നു അവൻ്റെ കുന്തം, പിന്നെ വർണ്ണനകൾ മൊത്തമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ചിലർ ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണുമായിരിക്കും. അതുപോലത്തെ ഭീകര സത്വമാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ ദാവീദ് വളരെ കൃഷഗാത്രനായി, വളരെ മെലിഞ്ഞൊരു ചെറുക്കനാണ്. പക്ഷേ 1 യോഹന്നാൻ 4:4 പറയുന്നത് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന്. എന്ന് പറഞ്ഞു നോക്കിയേ. 1 യോഹന്നാൻ 4:4 നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഈ ദാവീദിൻ്റെ അകത്തൊരാളിരിപ്പുണ്ടായിരുന്നു. ഈ കൊച്ചു ചെറുക്കൻ്റെ അകത്ത് ഒരാളിരിപ്പുണ്ടായിരുന്നു. ആളാരാണെന്നറിയാമോ? ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്, സൈന്യങ്ങളുടെ ദൈവം, ദ ലോർഡ് ഓഫ് ദി ആർമീസ്. അനേക സൈന്യങ്ങളുള്ളൊരു ദൈവം തൻ്റെ അഭിഷേകത്താൽ ആത്മാവിൽ തൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ അകത്ത് എൻ്റെ ദൈവം ഇയാൾ വന്ന് നോട്ടം മാത്രം, ഇയാൾ ഒന്ന് അടുത്തോട്ട് വന്ന് കയ്യൊന്നിങ്ങ് വീശിയാൽ മതി, ഞാൻ താഴെ കിട അയാൾ എന്നെ തിന്നുകളയും, അത്രേ ഉള്ളൂ ഞാൻ എന്നല്ല ചിന്തിക്കുന്നത്. അഗ്രചർമ്മിയായ ശത്രുവേ, നിനക്കെങ്ങനെ ധൈര്യം കിട്ടി എൻ്റെ ജീവനുള്ള ദൈവത്തെ, സൈന്യങ്ങളുടെ ദൈവത്തെ കളിയാക്കാൻ? സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെ നിനക്ക് ധൈര്യം കിട്ടി? അവൻ്റെ നോട്ടം എവിടെയാണ്? ഈ നിൽക്കുന്ന ശത്രുവിലല്ല, വലിയവനായ തൻ്റെ അകത്തിരിക്കുന്ന, തന്നെ അഭിഷേകം ചെയ്ത ആ ദൈവത്തിലാണ് തൻ്റെ ആ ചിന്തകൾ അങ്ങനെ പോകുന്നത്. മാത്രമല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന കല്ല് ഒരെണ്ണം എറിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ചെറിയൊരു മനുഷ്യന് ഒരു കിളിയാണ്, ഒരു ബേർഡാണെങ്കിൽ ഞാൻ കവണോണ്ട് അടിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്ത് പോകാം. ഇത്രയും വലിയ ശരീരമായതുകൊണ്ട് എവിടെയെങ്കിലും കൊള്ളാതിരിക്കൂ. ബട്ട് ഡേവിഡ് ഡിഡ് നോട്ട് വെയിറ്റ് ഫോർ ഗോലിയാത്ത് ടു ഫോൾ ബിഫോർ ബിലീവിങ്. വിശ്വസിക്കുന്നതിന് ഗോലിയാത്ത് പരാജയപ്പെട്ട് താഴെ വീണപ്പോഴല്ല അവൻ വിശ്വസിച്ചത്. ഗോലിയാത്ത് ആക്രോശിച്ചുകൊണ്ട് വാർക്രയുമായി വരുമ്പോൾ, അതിൻ്റെ ദേഷ്യവുമായി ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ അവൻ വിശ്വസിച്ച് ഇവൻ്റെ കാര്യം പോക്ക, ഇവൻ തോറ്റവനാണ്. കാരണം അഗ്രചർമ്മിയാണ്. അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ ഇവന് കവനൻ്റ് ഇല്ല, ദൈവമായി ഉടമ്പടിയില്ലാത്ത ഇവൻ തോറ്റിരിക്കുന്നു. ആദ്യം വിശ്വസിച്ചു, അതുകൊണ്ട് അവൻ അനുഭവിച്ചു. നമ്മളത് ചെയ്യേണ്ട. വിശ്വാസം ആദ്യമേ അത് കിട്ടി, അത് ചെയ്തു, അത് സാധിച്ചിരിക്കുന്നു, ശത്രു തോറ്റിരിക്കുന്നു, ആദ്യം വിശ്വസിക്കണം. നമ്പർ 4, വിക്ടറി റിക്വയർസ് സ്റ്റാൻഡിങ് ഫേം. ഇനി വിജയം കൈവരിക്കണമെങ്കിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണം. Ephesians 6:13 therefore put on the full armor of God so that when the day of evil comes you may be able to stand your ground
ആൻഡ് ആഫ്റ്റർ യു ഹാവ് ഡൺ എവറിത്തിങ് ടു സ്റ്റാൻഡ്. അവിടെ 2 പ്രാവശ്യം പറയാം, ഉറച്ചു നിൽക്കാൻ. അതല്ലേ ദുഷ്ടദിവസത്തിൽ നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാനും എല്ലാം സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ഉറച്ചു നിൽക്കണം. പറ, അവിടെ ഓടരുത്. എല്ലായ്പ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഒരു വിശ്വാസിക്ക്, ഒരു ദൈവവേദന റിവേഴ്സ് ഗിയർ ഇല്ല. അംബാസഡർ കാർ തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ല, എല്ലാ വണ്ടികൾക്കും റിവേഴ്സ് ഗിയറുണ്ട്. മോട്ടോർ ബൈക്കിനുണ്ടോ? കാളവണ്ടിക്കുണ്ടോ റിവേഴ്സ് ഗിയറുണ്ട്? ഇതുപോലെ വിശ്വാസികൾക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. അപ്പോൾ അവിടെ 2 Corinthians 2:14, but thanks be to God who always leads us as captives in Christ's triumphal procession and uses us to spread the aroma of the knowledge of Him everywhere. അവിടെ പറയുന്നത് എപ്പോഴും ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം, അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ പരിമളം അല്ലെങ്കിൽ ആ സുഗന്ധം, ആ ഫ്രേഗ്രൻസ് എല്ലായിടത്തും പരക്കുവാൻ ഞങ്ങൾ മുഖാന്തരം ഇടയാക്കുന്നെന്നാണ് പൗലോസ് പറയുന്നത്. സ്റ്റാൻഡിങ് ഈസ് സംടൈംസ് ദ ഗ്രേറ്റസ്റ്റ് ആക്ട് ഓഫ് വിക്ടറി. ഉറച്ചു നിൽക്കുന്നതാണ് പലപ്പോഴും ജയത്തിന് വേണ്ടി ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം. ലാസ്റ്റ് വൺ, വിക്ടറി പ്രൊഡ്യൂസസ് താങ്ക്സ് ഗിവിങ് ആൻഡ് ടെസ്റ്റിമോണി. വിജയം ഉളവാക്കുന്ന എന്തൊക്കെയാണ്? സ്തോത്രവും അതുപോലെ സാക്ഷ്യവും ഉളവാക്കുന്നു. Exodus 15:2, the Lord is my strength and my defense. He has become my salvation. He is my God, and I will praise Him, my Father's God, and I will exalt Him. ഇവിടെ പറയുന്നതനുസരിച്ച് ദൈവം എൻ്റെ ബലമാകുന്നു, അതുപോലെ സങ്കേതമാകുന്നു. ഇതൊക്കെ പറയുകയാണ്. അവൻ എൻ്റെ രക്ഷയാകുന്നു, അവൻ എൻ്റെ ദൈവമാകുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൂടെ വരുന്ന ഒരു സാക്ഷ്യമുണ്ട്, സ്തോത്രമുണ്ട്. Revelation 12:11 വായിച്ച് നോക്കാം. വെളിപാട് പുസ്തകം 12:11, they triumphed over him by the blood of the Lamb and by the word of their testimony. They did not love their lives so much as to shrink from death. കണ്ടോ, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ജയിച്ചു, മരണപര്യന്തം അവരുടെ പ്രാണനെ അവർ സ്നേഹിച്ചുമില്ല. So every victory becomes a testimony that glorifies God and strengthens others. ഓരോ വിജയവും നമ്മുടെ ഒരു സാക്ഷ്യമാണ്, ദൈവത്തിനത് മഹത്വമാണ്, മറ്റുള്ളവർക്ക് അതൊരു വലിയ ഉറപ്പാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ വർഷം ജയോത്സവമായി കർത്താവ് നമ്മെ നടത്താൻ പോകും. വിശ്വാസം ഉണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ഒരു വലിയ ബെഡാഹാലയിലെ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചു. അത് നിങ്ങളെ സ്വന്തമായിരിക്കും. കൈനീട്ടം. കർത്താവെ, ജനങ്ങളെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക. ഇന്നത്തെ വചനം അനേകരുടെ ജീവിതത്തിൽ ജയാളിയാണെന്ന് പറയാനല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാനിടയാക്കണം. എല്ലാ ഭയങ്ങളും മാറിപ്പോട്ടെ. ഓൾറെഡി വിന്നേഴ്സ് ആൻഡ് വിക്ടേഴ്സ് ആണെന്നുള്ളത് ഉറക്കട്ടെ. രോഗികളെ സൗഖ്യമാക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭയങ്കരമായ ഡയബറ്റിക് ആയിട്ടുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങൾ വിശ്വസിക്കുക, അതെല്ലാം റിവേഴ്സൽ നടക്കട്ടെ. താങ്ക് യു മാസ്റ്റർ. കരൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അബ്ഡോമിനൽ പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ദുശ്ശീലങ്ങൾ മാറിപ്പോട്ടെ. എന്ത് ആവശ്യമാണെങ്കിലും ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ച് ജനങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. ഇത് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഡിസ്കസ് ചെയ്യാം, ബ്ലെസ്സിങ് ഗ്രൂപ്പുകളിൽ ഉപയോഗിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.